ഹലോ കൂട്ടുകാരെ, നമ്മുടെ കൗണ്ടർ പാർട്ടുമായിട്ട് ഒരു ഹാർമോണിയസ് യൂണിയനിൽ വരാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു സീക്രട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും സെൽഫ് ലവ് ആണ്. ഒരു ഹാർമോണിയസ് യൂണിയനിലേക്ക് വരണമെങ്കിൽ ട്വിൻ ജേർണിയിൽ അതിൻ്റെ സീക്രട്ട് സെൽഫ് ലവ് ആണ്. സെൽഫ് ലവ് എന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് നമ്മളുടെ ഒരു ഫിസിക്കൽ ബോഡീനെ കെയർ ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഹെൽത്തി ആയിട്ടൊരു ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ട്രൈ ചെയ്യും ഈ ജേർണിയിൽ. അതിൻ്റെ കൂടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിൻറ്റ്സ് ഒന്ന് പറഞ്ഞു തരാം. ആദ്യത്തെ കാര്യം, നിങ്ങളെ നിങ്ങളായിട്ട് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ ഒരു ജഡ്ജ്മെൻറ്റ് കാണരുത്, ഒരു ക്രിറ്റിസിസം കാണരുത്. അതായത് ഈ ഒരു പോയിൻ്റ് വരെ ഈ ഒരു ലൈഫ് ടൈമിൽ നടന്ന എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് മാപ്പ് കൊടുത്തുകൊണ്ട്, അതായത് മേ ബി നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കാൻ പറ്റിയിട്ടില്ലായിരിക്കാം, നിങ്ങൾക്ക് വേണ്ടി ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റിയിട്ടില്ലായിരിക്കാം, എന്തെങ്കിലും ആയിക്കോട്ടെ കാര്യം, അതിനെയൊക്കെയും ലെറ്റ് ഗോ ചെയ്തുകൊണ്ട് ഈ ഒരു പോയിന്റിലുള്ള നിങ്ങളെ നിങ്ങളായിട്ട് അക്സെപ്റ്റ് ചെയ്യുക. അവിടെ ഒരു തരത്തിലുള്ള ജഡ്ജ്മെൻറ്റോ ക്രിറ്റിസിസവും വരാൻ പാടില്ല. നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസ് എങ്ങനെയാണെങ്കിലും നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ, അതായത് ഈ ഒരു നിമിഷം നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുക. അടുത്ത പോയിന്റ്, നിങ്ങൾക്ക് ഉള്ള വാല്യൂവിനെ നിങ്ങൾ മനസ്സിലാക്കുക. വാല്യൂ യുവർ സെൽഫ്. കാരണം എല്ലാ സോൾസും യൂണീക്കാണ് അല്ലേ? നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു പ്രത്യേകതയെ നിങ്ങൾ അഡ്മയർ ചെയ്യുക, നിങ്ങൾ ഇഷ്ടപ്പെടുക. കാരണം നിങ്ങൾക്ക് വാല്യൂ കൊടുക്കേണ്ടത് നിങ്ങൾ മാത്രമാണ് അല്ലേ? അത് കഴിഞ്ഞിട്ടാണ് മേ ബി ഈ ലോകം വാല്യൂ തരുന്നത്. ആ ഒരു ലോകം വാല്യൂ തരുമോ, നമ്മുടെ ചുറ്റുമുള്ളവർ നമുക്ക് വാല്യൂ തരുമോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാതെ, ആ ഒരു യൂണിക് ക്വാളിറ്റി നമ്മളിലുള്ള അല്ലെങ്കിൽ നിങ്ങളിലുള്ള ആ ഒരു യൂണിക് ക്വാളിറ്റിക്ക് നിങ്ങൾ എന്നാണോ വാല്യൂ കൊടുക്കുന്നത്, അന്ന് നിങ്ങളെ ഇഷ്ടപ്പെടാൻ തുടങ്ങും. ഈ ചാനലിലുള്ളവർ മാക്സിമം ഫെമിനൈൻ എനർജീസാണ്, കുറച്ച് പേര് മസ്കുലൈൻ എനർജീസും ഉണ്ട്. സോ നിങ്ങളൊരു ഫെമിനൈൻ എനർജിയിലാണെങ്കിൽ എല്ലായ്പ്പോഴും ഒരു റിസീവിങ് മോഡിലായിരിക്കണം. കാരണം ഈ ജേർണിയിൽ വരുമ്പോൾ നമ്മളൊരു സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആവാനുള്ള ആ ഒരു സൈക്കിളിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിലേക്ക് വരുമ്പോൾ പലപ്പോഴും നമ്മൾ ലോജിക്കലായിട്ട് ആലോചിക്കാൻ തുടങ്ങും. അതായത് എല്ലാ തരത്തിലും ഞാൻ ഇൻഡിപെൻഡൻ്റ് ആണ്, ഇനിയിപ്പോൾ എനിക്കൊന്നും വേണ്ട. അതിവൻ നമ്മുടെ കൗണ്ടർ പാർട്ടിൻ്റെ സ്നേഹമാണെങ്കിൽ പോലും. അപ്പോൾ ഇവിടെ ഫെമിനൈൻ എനർജിയുടെ കോർ ക്വാളിറ്റികളിലൊന്നാണ് റിസീവിങ് എന്നുള്ളത്. അവിടെ അങ്ങനെ ഒരു ബ്ലോക്ക്, അതായത് ഇനി വേണ്ട എന്നുള്ള ഒരു ബ്ലോക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ നമ്മളെ തന്നെ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ കൗണ്ടർ പാർട്ടും നമ്മൾ ഒന്ന് തന്നെയാണ്. ഒരിക്കലും നിങ്ങളെ ഇനി ഒരാളുമായിട്ട് കമ്പയർ ചെയ്യരുത്. അത് ഈ ജേർണിയെക്കുറിച്ചായിക്കോട്ടെ, നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ജേർണിയെക്കുറിച്ച്, നിങ്ങളുടെ ലൈഫ് ജേർണിയെക്കുറിച്ചായിക്കോട്ടെ, നിങ്ങളുടെ എഡ്യൂക്കേഷനെക്കുറിച്ചായിക്കോട്ടെ, നിങ്ങളുടെ ലുക്സിനെ കുറിച്ചായിക്കോട്ടെ, നിങ്ങൾക്ക് ഹീൽ ചെയ്യാനുള്ള കർമ്മ ബാഗേജിനെ കുറിച്ചായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, ആ ഒരു കാര്യം, അതായത് നിങ്ങളിലുള്ള എല്ലാ ക്വാളിറ്റീസും, അത് നല്ലതാണെങ്കിലും നല്ലതല്ലാത്തതാണെങ്കിലും അതിനെ അതായിട്ട് അക്സെപ്റ്റ് ചെയ്യുക. ഏതെങ്കിലും ട്രിഗേഴ്സ് നമ്മളുടെ കൗണ്ടർ പാർട്ടിൽ നിന്നും കിട്ടുകയാണെങ്കിൽ, ഒരു പെയിൻ വരികയാണെങ്കിൽ അത് മനസ്സിലാക്കുക, നമ്മളുടെ ഉള്ളിലുള്ള അൺഹീൽഡ് പാർട്ട് മാത്രമാണ് അവർ തരുന്ന ട്രിഗേഴ്സ്. അല്ലാതെ അത് വേണമെന്ന് പറഞ്ഞ് അവർ നമ്മൾക്ക് പെയിൻ തരുന്നതല്ല. ആ പെയിൻ ഓൾറെഡി നമ്മളിലുള്ളത് സർഫേസിലേക്ക് വരുന്നത് മാത്രമാണെന്ന് മനസ്സിലാക്കുക. അവിടെ ആ പെയിനിനെ ഹീൽ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ഇനിയൊരു കാര്യം, ഹീലിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾ ഹീലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ എല്ലായ്പ്പോഴും ആ ഒരു കൈൻഡ്നെസ് നമ്മൾ ഈ ലോകത്തിന് കൊടുക്കുന്ന ഒരു ഡിവൈൻ ഫെമിനൈൻ ക്വാളിറ്റിയുടെ നമ്മൾ ലോകത്തിനൊരു കൈൻഡ്നെസ് കൊടുക്കും, ഒരു എമ്പത്തി കൊടുക്കും. അത് ആദ്യം നമ്മൾക്ക് കൊടുക്കുക. കാരണം പലപ്പോഴും നമ്മൾ ഹീലിങ്ങിലേക്ക് വരുമ്പോൾ ഇത്ര സമയത്തിനുള്ളിൽ നമ്മൾ ഹീലാവണം, അല്ലെങ്കിൽ ഇത്രയൊക്കെ കാര്യങ്ങൾ ഞാൻ ഇത്ര ദിവസങ്ങളിൽ ഹീലാക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പലപ്പോഴും നമ്മൾക്ക് ആ ഒരു സ്പേസ് കൊടുക്കാറില്ല. കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനുള്ള സ്പേസ് സ്വയം കൊടുക്കാറില്ല. അത് എല്ലായ്പ്പോഴും കൊടുക്കാനായിട്ട് ശ്രമിക്കുക. എല്ലായ്പ്പോഴും സെൽഫ് ഹാർമണിയിലിരിക്കാൻ ശ്രദ്ധിക്കുക. അതായത് അവെയർനെസ്സിലിരിക്കുക,
സെൽഫ് ലവിലിരിക്കുക. പഴയ അപ്സെറ്റ്സ് അല്ലെങ്കിൽ ട്രോമാസ് സർഫേസിൽ വരുമ്പോൾ ആ ഒരു പാട്ടിനെ അതായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് അവിടെ ആ ഒരു അൺകണ്ടീഷണൽ ലവ്, അതായത് കുഞ്ഞിലെ മേ ബി നമുക്ക് കിട്ടാത്ത ആ ഒരു സ്നേഹമായിരിക്കാം, അത് നമുക്ക് കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ ഇന്നർ ചൈൽഡിലൊക്കെ വരുമ്പോൾ നമ്മൾ കുറേ മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യും. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ റീപേരൻ്റ് ചെയ്യുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൂടെ അപ്ലൈ ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ ഈ റീപേരൻറ്റിങ് എന്ന് പറയുന്നത് നമുക്ക് കേൾക്കുമ്പോൾ ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അത്രയും ഒരു ഇന്നർ ഹാപ്പിനെസ് ആണ്. ആ ഒരു നമ്മളുടെ ആ ഒരു ലോവർ സെൽഫ് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ഇന്നർ ചൈൽഡിന് കൊടുക്കുന്ന ആ ഒരു അൺകണ്ടീഷണൽ ലവിലൂടെയാണ് ശരിക്കും നമ്മൾ ഹീലാവുന്നത്. അപ്പോൾ സെൽഫ് ഹാർമണിയിലിരിക്കുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളെയും അട്രാക്റ്റ് ചെയ്യാൻ തുടങ്ങും. അത് നമ്മളുടെ ഓപ്പർച്യൂണിറ്റീസ് ആയിക്കോട്ടെ, പേഴ്സണൽ ഗ്രോത്ത് ആയിക്കോട്ടെ, സ്പിരിച്വൽ ഗ്രോത്ത് ആയിക്കോട്ടെ, ഈവൻ ട്വിൻ ഫ്ലെയിമിനെ പോലും നമ്മൾ അട്രാക്റ്റ് മാഗ്നറ്റൈസ് ചെയ്യുന്നത് നമ്മൾ എല്ലായ്പ്പോഴും ഒരു സെൽഫ് ഹാർമണിയിലിരിക്കുമ്പോഴാണ്. അപ്പോൾ നമ്മൾ സെൽഫ് ഹാർമണിയിലേക്ക് വരണമെങ്കിൽ എല്ലായ്പ്പോഴും നമ്മൾ സെൽഫ് ലവിലിരിക്കുക തന്നെ ചെയ്യണം. കണ്ടൻറ്റ് ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. കൗൺസിലിംഗ് സെഷൻസിനായിട്ട് ഹീലിംഗ് സെഷൻസിന് റേക്കി അറ്റ്യൂട്ട്മെൻറ്റിന്, ആകാശിക് റെക്കോർഡ് റീഡിങ്ങിന് ഒക്കെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. സ്റ്റേ ബ്ലെസ്ഡ്.